എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബ്ലൂബെറി മഫിൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മഫിൻസും കപ്പ് കേക്കും രണ്ടാണ്. അത് മിക്സ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിലും രണ്ടാണ്. കപ്പ് കേക്ക് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ബട്ടറും ഒക്കെ ആയിട്ട് ക്രീമി ആയിട്ടുള്ള ഒരു ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ മഫിൻസിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് കുറച്ച് ഡെൻസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരക്കപ്പ് ചെറിയ ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മോരും വെള്ളമാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു മോരും വെള്ളമായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദയിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. ബേക്കിംഗ് പൗഡർ മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഈ ഒരു ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ ഒന്നാകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ബ്ലൂബെറി ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ 100 മുതൽ 150 ഗ്രാം വരെ ഉള്ള ബ്ലൂബെറി നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലൂബെറി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വന്ന അടിയിലടിയാതെ കിടക്കും. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയൊരു ലെമൺ സെസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെമണിൻ്റെ തൊലിയാണ്. മഞ്ഞ കളറിൽ പുറന്തോട് വരുന്ന വലിയ ലെമണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് ചെറുനാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തൊലി ഇടുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കും. അത് ലൈമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട വേണം. ഈ ഒരു മുട്ട എന്ന് പറയുന്ന റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര, തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്. ഇതിനി ഒരു വിസ്ക് വെച്ചിട്ടോ തടുത്തവി വെച്ചിട്ടോ ഇനി നിങ്ങളുടെ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ കൂടാതെ നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 6 ടേബിൾ സ്പൂണാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 6 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ വാനില ഷുഗറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വാനില ഷുഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കി ഈ ഒരു ബട്ടർ മിൽക്കിൽ നിങ്ങൾ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു ബട്ടർ മിൽക്ക് ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു മോരും വെള്ളമായിട്ട് വന്നിട്ടുണ്ട്, പാലും അതുപോലെ തന്നെ നാരങ്ങ നീരും. ഇനി നിങ്ങൾ മുട്ട എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 150 മില്ലി പാലിൽ നാരങ്ങ നീര് ഒഴിക്കാം. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മിക്സിങ് രീതി നമ്മുടെ സാധാരണ കപ്പ് കേക്കിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ മഫിൻസിനെ ഒന്ന് തരം തിരിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കഴിവതും ഈ ഒരു പൊടി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബീറ്റർ എടുക്കാതിരിക്കുക. കാരണം ഈ ഒരു ബ്ലൂബെറി എല്ലാം പൊട്ടിയിട്ട് ഇത് മൊത്തത്തിൽ നീല കളറായി പോകും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഈ ഒരു ബ്ലൂബെറി പൊട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു ബാറ്ററായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു മഫിൻ ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പേപ്പർ കപ്പ് കേക്കിൻ്റെ പേപ്പർ മോൾഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിനും കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മൾ കപ്പ് കേക്കൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഇതിന് 1/4 ഭാഗം വരെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കാറ്. പക്ഷേ നമ്മൾ മഫിൻസ് എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ ഏകദേശം മുകൾ ഭാഗം വരെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് നിറച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഴുവനും ബാറ്ററും ഈ ഒരു 6 കപ്പ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മഫിൻ ബേക്കായി വരുമ്പോൾ ഈ ഒരു പഞ്ചസാര കടിക്കാനായിട്ട് കിട്ടും, നല്ലതാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു മഫിൻസ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മഫിൻസ് ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ട് ഇതുപോലെ വിള്ളലൊക്കെ വീണ് ഇങ്ങനെയാണ് മഫിൻസ് ഇരിക്കുക. നല്ല സോഫ്റ്റാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു മഫിൻസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
അപ്പോൾ ആ ഒരു ബ്ലൂബെറിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയാണ് സ്പ്രെഡായി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂബെറി മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലൂബെറി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടും ഈ ഒരു മഫിൻസ് തയ്യാറാക്കി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലെമൺ മാത്രം എടുത്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്ലൂബെറി മഫിൻസ് നമ്മളിവിടെ തയ്യാറാക്കി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്